ജയന് പകരക്കാനായി ഐ വി ശശി രതീഷിനെ വളർത്തിക്കൊണ്ടുവരുവാൻ ഒരു ശ്രമം നടത്തി. ജയന് വേണ്ടി ഒരുക്കിയ ചിത്രമായിരുന്നു തുഷാരം. ആ ചിത്രത്തിൽ നായകനായി രതീഷിനെ കൊണ്ട് അഭിനയിപ്പിച്ചു. ആ ചിത്രം വളരെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമായി മാറി. അതോടെ രതീഷിന് നായക പരിവേഷം കിട്ടി. പിന്നീട് നിരവധി ഹിറ്റ് സിനിമകൾ നായക പരിവേഷം അലങ്കരിച്ചു. ആലപ്പുഴ കലവൂരുള്ള ഒരു സമ്പന്ന കുടുംബത്തിലെ ആളായിരുന്നു രതീഷ്. കോളേജിൽ പഠിക്കുന്ന കാലത്താണ് സിനിമയിൽ അഭിനയിക്കുവാൻ പോയത്. രതീഷിന് അഭിനയ മോഹമല്ലായിരുന്നു ഉണ്ടായിരുന്നത്. സിനിമ സംവിധാനം ചെയ്യുന്നതായിരുന്നു താല്പര്യം. അതിനായി 1979 സംവിധായകനായ കെ ജി ജോർജിനെ കാണാനെത്തി. അന്ന് കെ ജി ജോർജ് ഉൾക്കടൽ എന്ന സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. സംവിധാനം പഠിക്കാനെത്തിയ രതീഷിനെ നിർബന്ധിച്ച് ആ സിനിമയിൽ അഭിനയിപ്പിച്ചു. അത് രതീഷിന്റെ ഒരു ഭാഗ്യമായിരുന്നു. പിന്നീട് സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ രതീഷിന് സമയം കിട്ടിയിരുന്നില്ല. രതീഷ് വളർന്ന് പന്തലിച്ചു. മമ്മൂട്ടിയുടെ വളർച്ചയ്ക്ക് രതീഷ് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയും രതീഷും വലിയ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. അതുപോലെ സുരേഷ് ഗോപിയും സംവിധായകൻ സുരേഷും മലയാള സിനിമയിലെ പല നടന്മാരുമായി രതീഷിന് വലിയ സുഹൃത്ത് ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. മമ്മൂട്ടിക്ക് സിനിമയിൽ ഉയർന്നു വരുവാൻ നിരവധി അവസരങ്ങൾ നൽകിക്കൊടുത്തത് രതീഷായിരുന്നു. അമിതമായ മദ്യപാനം രതീഷിന്റെ ഒരു ഹരമായിരുന്നു. തന്മൂലം രതീഷ് അധികനാൾ ജീവിക്കുവാൻ കഴിയാതെ 2002 ഡിസംബർ 23 രതീഷ് മരണപ്പെട്ടു. രതീഷിന്റെ മരണത്തോടുകൂടി രതീഷിന്റെ കുടുംബം ആകെ തകർന്നുപോയി. ജീവിക്കുവാൻ മാർഗമില്ലാതെ രതീഷിന്റെ ഭാര്യ ഹോട്ടൽ ജീവനക്കാരിയായും LIC ഏജന്റായും ജോലി നോക്കവേ സുരേഷ് ഗോപിയും സംവിധായകൻ സുരേഷും ചേർന്ന് രതീഷിന്റെ കുടുംബത്തെ ഏറ്റെടുത്തു. രതീഷിന്റെ മകൾ പാർവതി രതീഷിനെ വിവാഹം കഴിച്ചു വിട്ടു. പത്മരാജ് രതീഷ് സിനിമയിൽ സജീവമായി. പൂച്ചക്കണ്ണുള്ള രതീഷ് എന്ന പുരുഷ സൗന്ദര്യമുള്ള രതീഷിനെ മലയാള പ്രേക്ഷകർ മറക്കാതിരിക്കട്ടെ. രതീഷിന് സാരംഗി ന്യൂസിന്റെ ആദരാഞ്ജലികൾ.